എവിടെ എന്നെ നോക്കി ചിരിക്കുന്നു? നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വെച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, എവിടെ നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ தெரியுமா? என்ன അറിയുമോ? എടി അറിയുമോ? കത്ത് താഴെ കത്ത് താഴെ. ഇല്ല, അറിയില്ല. Do you know me? അറിയുമോന്ന് ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയാം. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണോ ചോദിച്ചത്? നമ്മൾ സഹോദരിമാരാണോ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലെ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്. കാപ്പിന്റെ മതിയോ? മഠത്തിൽ പറയണം, പാലിനെ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നെ ഒற்றுമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്കറിയാം. ഇളയതെന്ന് പറയാൻ പ്രായം ഒന്നും ചോദിച്ചില്ലത്. ഹലോ, പ്രിയ ആകുമ്പോ വീട്ടിൽ വാങ്ങ. എപ്പോഴും വടക്കുന്നത്. இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why don't you make it today afternoon? Sure, we will come. അതിൽ ഒരാൾ മാത്രം കഴിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്ത് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി. ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങൾ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? രാം, വാട്ട് ഈസ് ദ പ്രോബ്ലം? മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാണ്. ഓ, പ്ലീസ് സിറ്റ് ഡൗൺ. നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ്. മിസ്റ്റർ രാംകുമാർ, ഗിവ് 2000 rupees. യെസ് മാഡം. ഞാൻ സാരിയെ കൊടുത്തിരിക്കട്ടെ, എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മൊത്തം പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇത് എങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് കൊള്ളാം. ആ യമുനാറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുനയൊന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങൾ നല്ല പോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തെണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, 3 കത്തിവേഷങ്ങൾ. നീ ഒന്ന് പോടി വെച്ച. നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയതിന്റെ അസൂയാവും. Hello, hello, I was waiting for you. Please come, come in. வாங்க. இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்களே. என்னாச்சு? ഏയ്, ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ. പക്ഷെ ഇപ്പം ചാകറില്ലേ? ഓർണമെന്റ്സ് நிறைய இருக்கே. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോട്ടെ. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്തൊരു പൊട്ടുവള? എനിക്ക് അതുதான் പിടിക്കും. നല്ല മാല. വൈര തന്നെ. സാധാരണ മുത്തുമാല. നമ്മുടെ ടി വി ഇതിനേക്കാളും വലുതാണോടി? എല്ലാ ടി വി ഒരേ സൈസാണ്. അതല്ല, ഇത് 29 inches. ഞങ്ങളുടെ ടി വി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 minute. See the cricketer. ദേ വയറിങ്ങില്ലാത്ത ഫോൺ. വീണ്ടും കിട്ടില്ലേ? സ്വർഗമില്ലേ? സ്വർഗം. എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? മോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞതല്ലേ? ആ, ഏതാണ്ട് അതുപോലത്തെ. യമുനാറാണിയുടെ ചേച്ചിയാ. ആയ. ആയ? അപ്പൊ ഹിന്ദി അറിയല്ലേ? അച്ഛി, മേ കൗസല്യാഹും. മണ്ണാൻ കേട്ട. ആയ എന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല, സർവന്റെ അർത്ഥം.
ഓർത്തിയോടെ ഓരി പിടിച്ച് തിന്നെഴുതി ബാലൻസ് കീപ്പ് ചെയ്യണം. യമുനോട് വന്നിട്ട് മതി. യമുന വരുന്നുണ്ട്, ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. ஓகே பண்ணிட்டோம். டெண்டுல்கர் சிக்ஸரா? ஓ மை காட், டெண்டுல்கர் ഔട്ട്. நீங்க பாகிஸ்தான் சைடா? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സൈഡിൽ നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. അത് കൊടുമല താഴോട്ടല്ല, മേലോട്ടല്ല, മേലോട്ടല്ല. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്നിതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്നെന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. ഒരു നാளைக்கு நான் உங்க வீட்டுக்கு வரேன். അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവി പിടിച്ച് കൊന്നു കുറച്ചപ്പുറത്തേക്ക് വെച്ച് കാച്ചില്ലേ. என்ன வரக்கூடாதா? അയ്യോ വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? സൺഡേ സൺഡേ വരാം. തീർച്ചയായും വരുമോ? ഷുവർലി. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. എന്റെ ചിന്ന പയ്യൻ യമുനാ റാണിക്കൊരു മാനുണ്ട്, അന്താരമുണ്ട്, കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. ആഹാ, അപ്പൊ സകല ചരിത്രം അറിയല്ലേ? ഈ മൊട്ടത്തിലെ കണ്ട എനിക്കല്പം പ്രായം കൊണ്ട് തോന്നിക്കോടെ. ഇല്ല മുതച്ച, ഓൾഡ് ഈസ് ഗോൾഡ്. ഇനി ഒരു കോളാങ്കോട്ട് എടുത്തു നിന്നാ മതി. മഴ മഴ കുട കുട പരസ്യത്തിലെ പിള്ളേരുടെ പ്രായം പോവും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുക്കുന്നത് മനസ്സിലാക്കും. കുഴിയിലേക്ക് കാല് നീട്ടിരിക്കണ ഓ നാണല്ലോ. നിന്റെ കണ്ണൊക്കെ ചോദ്യം കിടക്കുന്നത് വല്ലതും തേച്ചോ? ഈ ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ട് നേരത്ത് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ല, നിനക്ക് ഒരുപാട് പ്രായം തോന്നി. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളൊക്കെ പ്രായം കൊടുത്തില്ലേ? മുണ്ട് നേരത്ത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. ഓ പിന്നെ യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. യമുന ഇറങ്ങി, യമുന ഇറങ്ങി, യമുന ഇറങ്ങി, യമുന ഇറങ്ങി. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. ഞാൻ വീരവിക്രമ പിള്ള, ഇവരുടെയൊക്കെ അമ്മയുടെ അച്ഛൻ. കലാകൃതരാടേ. മാഡം പ്ലീസ്. ഓക്കെ. വയറാകെ ഉരുണ്ട് വരണ്ട് കയറും. എന്തോ ഒരു മാർഗം. പോർക്കായിരിക്കും. അല്ല, പോർക്കായിരിക്കും. വീട്ടിൽ പ്രശ്നമേ. എന്ത് പ്രതീക്ഷയോടെ പണം ആരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കയറാൻ? വിവാഹമൊക്കെ എടുത്തിട്ട് യമുനെ മൂടോട്ടാക്കുന്നത് ചേട്ടനല്ലേ? നീ ഇപ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 3 ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി 3 ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവൻ ചെടി യമുന റാണി. എന്തിനു 3 ദിവസം? 10 ദിവസത്തേക്ക് കെട്ടിയെടുത്തുണ്ടായിരുന്നു. മോശം. എന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ യമുന റാണി എനിക്കറിയാം. ആ നല്ല മനസ്സിനെ കുറിച്ച് സിനിമാവാരികൾ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് മിന്നിത്തിറങ്ങുന്ന നക്ഷത്രം ഭൂമിയിൽ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരും. എന്നെ വേണം, ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തിലാണെന്ന് അറിയാലോ. ഇപ്പൊ ഞങ്ങളുടെ വീടൊരു യുദ്ധക്കളാ. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതല്ലാതെ മറ്റൊരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാനാവില്ല.
ഞങ്ങൾക്കൊരു ജീവിതം തരാൻ സന്മനസ് ഉണ്ടാവണം. തെറ്റ് മുഴുവൻ എന്റെ കുട്ടികളുടെ വലിയൊരു മനസ്സുണ്ടല്ലോ. ഞങ്ങളോട് ക്ഷമിക്കുക. എന്റെ മരുമക്കൾക്ക് യമുനാ റാണി ഒരു മാതൃകയാവട്ടെ. ഞങ്ങളുടെ കഥയിലെ എല്ലാ സദ്ഗുണങ്ങളുള്ള കഥാനായികൾ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ ഹാപ്പി ന്യൂ ഇയർ ആയി.